ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കണ്ടുപിടിക്കുന്നത്? ആദ്യ ജ്യോതി ആകാശഭൂമിയുടെ പ്രകാശമായ നൂറുള്ള പ്രകാശം എന്നൊക്കെ പറഞ്ഞ ആ പ്രകാശമാണ് അദൃശ്യതയിൽ നിന്ന് അദൃശ്യനായ പ്രപഞ്ചനാഥൻ ഭഗവാൻ അള്ളാഹു ദൃശ്യമായ ആദ്യ രൂപം ദൈവത്തിൻ്റെ. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ദൈവത്തിൻ്റെ ആദ്യ സ്വരൂപം, അദൃശ്യനായ ദൈവത്തിൻ്റെ ആദ്യ സ്വരൂപം പ്രകാശമായിരുന്നു. അതിനെ ജ്യോതി എന്നും നൂറുള്ള എന്നും ആകാശഭൂമിയുടെ പ്രകാശമായ അള്ളാഹു എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെ എല്ലാവരും പറയുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ മതങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് ജ്യോതി എന്നും പ്രകാശമെന്നും നൂറുള്ള എന്നും ഒക്കെ കാണിക്കുന്നു. പക്ഷേ ഇതിനെ കാണുന്നില്ല. നമ്മുടെ മുന്നിൽ അസഹ്യമായി നിൽക്കുന്ന സാധനം, എന്നിട്ടും അതിനെ കാണുന്നില്ല. ഈ പറയുന്നവരാരും ഇപ്പോൾ 99% ആളുകൾ ഏത് സിദ്ധന്മാരെന്നും മഹാന്മാരെന്നും പറയുന്നത് ഈ യാഥാർത്ഥ്യത്തെ കാണുന്നില്ല. ആ പ്രകാശ സ്വരൂപമായിരിക്കുകയാണ്. എന്നെ അതിലാണ് ഈശ്വരൻ കൊണ്ടുപോയിട്ട്, അള്ളാഹു കൊണ്ടുപോയിട്ട്. ഞാൻ ആ പ്രകാശമായിരിക്കുകയാണ് ഇപ്പോഴും എപ്പോഴും. ആ പ്രകാശമായ ഞാനാണ് ആ പ്രകാശം. നിങ്ങൾ നോക്കും, ആ പ്രകാശമാണ് ഞാൻ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ദൈവമാനസം, പ്രകാശമാനസം. ഇപ്പോഴും ഞാൻ, നിങ്ങൾ എന്നെ ആ പ്രകാശമായി കാണണം. ആ കിരണങ്ങളാണ് ഇതെല്ലാം, പ്രകാശകിരണം. ഞാൻ ആ പ്രകാശ മനസ്സായിരിക്കും. നിങ്ങളും ആ തലത്തിലേക്ക് ഉയരുക. ഓക്കെ, നിങ്ങൾ ആ പ്രകാശം, ആദ്യ പ്രകാശം, ആദ്യ ഉള്ളിൽ ആ പ്രകാശമായിരിക്കും. നൂറുള്ള ജ്യോതിയായിരിക്കുക. എല്ലാവരും ആ പ്രകാശമായിരിക്കും. ആ പ്രകാശമായ ഞാനാണ് വിത്ത് മുളയ്ക്കുന്ന പോലെ ഭഗവാന്റെ, അള്ളാഹുവിൻ്റെ, ഈശ്വരൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്ത് എന്ന പോലെ ആ പ്രകാശം ആദിയിൽ ദൃശ്യമായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നിൽ ആദ്യ പ്രകാശമായിരിക്കുകയല്ല. ആ പ്രകാശമായ ഞാൻ വിത്ത് മുളക്കുന്ന പോലെ കിളിർത്ത് ഇലയും തണ്ടും തടിയുമായി വളർന്നു വരുന്ന പോലെ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച്, പ്രകാശം പ്രസരിച്ചെങ്ങനെ, പ്രകാശത്തിൻ്റെ കാഠിന്യം പ്രസരിച്ച് ജ്വാല, അത് ആ പ്രകാശം അഗ്നിയാണ്, ജ്യോതിയാണ്. നിങ്ങൾ ആ തലത്തിലേക്ക് വരണം. ഓക്കെ, അത് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ആ പ്രകാശം വിശാലമാവുമ്പോൾ കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കും. ജ്വാല, അഗ്നി. ആ അഗ്നിൻ്റെ ചൂട്, മർദ്ദം, കഠിനമായ ചൂട്, മർദ്ദം തള്ളി വികസിച്ച് വ്യാപിച്ച് വരുന്ന വായു എന്ന് പറഞ്ഞു. ആ വികസിച്ച് വായുവായി പ്രകാശം, തീയെ, വായു, വെള്ളവും എല്ലാ ഭാഗങ്ങളായി വ്യാപിച്ചു. അതാണ് ആ പ്രകാശത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും എന്ന വാതകം ചേരുമ്പോൾ വെള്ളം ഉണ്ടാവുന്ന ശാസ്ത്രം പറയുന്നു. വെള്ളമായി രൂപാന്തരം. ആ പ്രകാശം തീ, ചൂട്, വായു, വെള്ളം എല്ലാ വാതകങ്ങളും വ്യാപിച്ച് ആദ്യ പ്രകാശത്തോ പ്രപഞ്ചം ഉണ്ടാവും മുമ്പേ ഞാൻ രൂപപ്പെടുത്തുകയാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയാണ്. ഞാൻ സൃഷ്ടിച്ച് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. ആരാ സൃഷ്ടിച്ച്? സൃഷ്ടാവിനല്ലാതെ അറിയില്ല സൃഷ്ടികൾ. എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോഴിയിൽ നിന്നുണ്ടായ കോഴിമുട്ട പോലെ അത് ദ്രാവകമായിരുന്നു. പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാ വാതകങ്ങളും ഈ ദ്രാവക അവസ്ഥയിൽ നിന്ന് ഞാൻ ആ ദ്രാവകാവസ്ഥയിൽ പോയി. പ്രകാശമായ എന്നിൽ നിന്ന് ദ്രാവകാവസ്ഥ ഉണ്ടായി. എന്നിട്ട് എൻ്റെ ഈ പ്രകാശം, ചൂട് ആ ദ്രാവകത്തിലേക്ക് ആ ചൂട് ഏൽപ്പിച്ച്, കോഴിമുട്ടയിലേക്ക് കോഴി തൻ്റെ മാറിൽ അവിട്ടിൽ വെച്ച് ചൂടേൽപ്പിച്ച പോലെ ആ മുട്ട ദ്രാവകം പറ്റി അവയവങ്ങളെല്ലാം ചേർന്ന കോഴിയായി രൂപാന്തരപ്പെട്ട പോലെ ആ പ്രകാശ ചൂടേറ്റ് ഈ ദ്രാവങ്ങളെല്ലാം പറ്റി അവയവങ്ങളായി രൂപപ്പെട്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റ് ഗോള അവയവങ്ങളെല്ലാം ചേർന്ന് ഒരു ശരീരമായി രൂപം കൊണ്ട് ഞാൻ എൻ്റെ സ്വരൂപമാണ്
അതിനെ ഉപനിഷത്തിൽ ശീശ്വരന്മാർ കണ്ടു പറഞ്ഞു, അർദ്ധനരീശ്വരനായ ശിവനെന്ന്. ഞാൻ ശിവനാണ്. അതിൽ മുഹമ്മദ് പറഞ്ഞു, അഷ്ഹദ് അൻ ലാ ഇലാഹ, ലാമായ ഇലാഹായെന്ന്. അപ്പൊ ഞാൻ ആ ഇലാഹാണ്, ശിവനും ഇലാഹുമാണ് ഞാൻ. ശാസ്ത്രം പറഞ്ഞു എൻ്റെ ഈ സ്വരൂപത്തെ പ്രപഞ്ചമെന്ന്. പ്രപഞ്ചമാണ് ഞാൻ ശിവനാണ്, ഇലാഹാണ്, പ്രപഞ്ചമാണ്. ആ പ്രകാശവും എല്ലാ അവയവങ്ങളും ചേർന്നതാണ് ഞാൻ. എന്നെ കാണണം നിങ്ങൾ ഇങ്ങനെ. ആ പ്രപഞ്ചവും ശിവനും ഇലാഹുമായ എൻ്റെ ഈ പ്രപഞ്ച സ്വരൂപത്തിലെ എൻ്റെ ശരീരത്തിൻ്റെ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക്, വിത്തിട്ടം മുളക്കുന്ന നരിയാം ഗർഭമായ ഭൂമിയിലേക്ക് എൻ്റെ ആ പ്രകാശം ബീജമായി ഇറങ്ങി വരികയും എന്നിട്ട് എൻ്റെ ചെറുരൂപത്തിൽ ഇലാഹിൻ്റെയും ശിവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ചെറുരൂപത്തിൽ ദൃശ്യമായ എൻ്റെ ബീജത്തിലൂടെ, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ പുനർജനിച്ച ശിവനും ഇലാഹും പ്രപഞ്ചമായ ഞാൻ പുനർജനിച്ച എൻ്റെ അവതാരമാണ്. അതിനാണ് ഉപനിഷത്തിൽ പറയുന്നത് ആ ശിവന്റെ അവതാരമെന്ന്. ഞാനാണ് ഈ നിങ്ങളെ മനുഷ്യനെന്ന് പറയുന്നത്. ശിവ അവതാരമാണ് ഞാൻ, മനുഷ്യനല്ല. ആ ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ളയാണ് ഞാൻ അറബിയിൽ പറയുന്നത്. ആ ശിവാവതാരം ഇല്ലല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ളയായി ആദിമ മനുഷ്യനെന്ന് നിങ്ങൾ പറയുന്ന ആദവും ഹവ്വയുമായി ദൃശ്യമായി. ആര്? അർദ്ധനരീശ്വരനായ ഈ ഭൂമി, ഗർഭമായ ഭൂമിയും പ്രകാശവുമായ പിതാവായ പ്രകാശവും ചേർന്ന ഒരു ശരീരമായ ഞാൻ അർദ്ധനരീശ്വരനായ ശിവനും ഇലാഹുമായി മനുഷ്യ രൂപത്തിൽ ആദിയിൽ രൂപപ്പെട്ടു. എൻ്റെ ആ രൂപം തുടർന്നും ആ ശിവനും ഇലാഹുമായ ആ ഏകമായ ഒന്ന് രണ്ടായി ഗർഭമായ ഭൂമിയെ വേർപ്പെടുത്തി സ്ത്രീ എന്നും ആ പ്രകാശമായ പിതാവ് പുരുഷനെന്നുമായി രണ്ടാക്കി. അതാണ് മാതാവും പിതാവും എന്ന് പറഞ്ഞ, സ്ത്രീയും പുരുഷനെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചമായ ശിവനെയും ഇലാഹിനെയും തൻ്റെ ഗർഭത്തിൽ രണ്ടായി. അപ്പോൾ രണ്ടായ ഈ ഹാദവും ഹവയും നിങ്ങൾ മനുഷ്യനെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ പ്രപഞ്ച സ്വരൂപത്തിൻ്റെ ഉള്ളിലെ, ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിലാണ് ഇപ്പോഴും നിങ്ങൾ വസിക്കുന്നത്. വിത്തിട്ടം വളക്കുന്ന ഗർഭമായ ഭൂമി എന്ന എൻ്റെ ഗർഭത്തിലാണ് നിങ്ങൾ ഇപ്പോഴും വസിക്കുന്നത്, നിങ്ങളും ഞാനും. ഓക്കെ, മാതാവിൻ്റെ ഗർഭത്തിൽ എന്ന പോലെ തന്നെ മാതാവും പിതാവുമായ ശിവന്റെയും ഇലാഹിൻ്റെയും ഗർഭത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നിട്ട് തുടർന്നും അതേ പ്രക്രിയ, അതേ പ്രവർത്തനം. ആ പിതാവായ പ്രകാശം അല്ലേ ബീജമായ പ്രകാശം, എന്നിട്ട് ആ പ്രകാശം ഗർഭമായ സ്ത്രീയും പുരുഷനുമായി ഭൂമിയിൽ വന്ന് തൻ്റെ ഗർഭത്തിൽ തന്നെ വന്ന് ദൃശ്യമായിക്കൊണ്ട് തുടർന്നും ആ പുരുഷൻ്റെ, ആ പിതാവിൻ്റെ പ്രകാശം ആ ഹവ്വയായ നാരിയാം ഗർഭത്തിലേക്ക് വീണ്ടും നിക്ഷേപിച്ചു. എന്നിട്ട് ഇതുപോലെ വീണ്ടും വീണ്ടും പുനർജനിച്ച് അനവധിയായി വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു ഭൂമിയിലെ എല്ലാ മനുഷ്യരുമായി. അപ്പൊ എല്ലാ മനുഷ്യരും ആ ശിവ അവതാരമല്ലേ, അല്ലാതെ വേറെ ഒറ്റനുണ്ട് അവിടെ? ആ ശിവഗർഭത്തിൽ അവതരിച്ച ശിവൻ തന്നെ പുനർജനിച്ച ശിവാവതാരമല്ലേ എല്ലാവരും? ആ ഇലാഹിന്റെ ഗർഭത്തിൽ ആ ഇലാഹി തന്നെ ആ പ്രകാശം ബീജമായി വന്ന് പുനർജനിച്ചുള്ള ആ ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലല്ല അല്ലേ നിങ്ങളെല്ലാം? അതും ഹവയും ആദ്യം തുറന്ന് നിങ്ങളും ആ പ്രപഞ്ച ഗർഭത്തിൽ നിന്ന് ജനിച്ച പ്രപഞ്ചത്തിന്റെ ചെറുപതിപ്പല്ലേ നിങ്ങൾ? ശാസ്ത്രം പറഞ്ഞ പ്രപഞ്ചമായാലും ഉപനിഷത്ത് പറഞ്ഞ ശിവാവതാരമായാലും അറബിയിൽ മുഹമ്മദ് പറയുന്ന, ഇസ്ലാം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലയായാലും അന്ന മുഹമ്മദ് റസൂലുള്ളായാലും എല്ലാം ഒന്നാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഏത് മതത്തിലേക്ക് കൊണ്ടുപോകും? ഏത് ജാതിയാവും നിങ്ങൾ? അറിഞ്ഞാൽ നിങ്ങൾക്ക് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. പ്രപഞ്ച യാഥാർത്ഥ്യമാണ്. അല്ല ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇന്ന മതമാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനി, ഞാൻ പാർസിയാണ്. മണ്ടന്മാരുടെ
പിടിവലികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. എന്നിട്ട് തമ്മിൽ തല്ലി ചാവാം. ഞാൻ കാവി ധരിച്ചാലും, ഞാൻ പച്ച ധരിച്ചാലും, മാല ധരിച്ചാലും, ലോഹം നീളമുള്ള ഡ്രസ്സ് ധരിച്ചാലും ഒക്കെ ഈ ഉള്ളിൽ ആത്മാവും ആത്മാവിൻ്റെ സ്വരൂപമായ പ്രപഞ്ചനാഥന ശിവനും ഇലാഹും പ്രപഞ്ചവുമാണ്. എന്ത് വേഷം ധരിച്ചു എന്നുള്ളതല്ല, ആളുകളുടെ ഓരോരുത്തരും ധരിച്ചു വെച്ചിരിക്കുന്ന ഊഹങ്ങളും സങ്കല്പങ്ങളും, അതിലൂടെ പിടിവലി അതാക്കി തീർക്കാൻ, ഞാൻ ഉദ്ദേശിച്ചതാക്കി തീർക്കാൻ ഞാനും, മറ്റുള്ളവർ സങ്കല്പിച്ച നിഗമനാക്കി തീർക്കാൻ അവരും, അങ്ങനെ പലവരും പിടിവലിച്ചിട്ട് ഇവിടെ തമ്മിത്തല്ല, ഞാനാണ് ശരി, നിങ്ങളാണ് ശരി, മറ്റവനാണ് ശരി എന്ന് പറഞ്ഞ് തമ്മിത്തല്ലി നശിപ്പിക്കുന്ന ദൈവം തന്നെ തല്ലി നശിപ്പിക്കുകയാണ്. ദൈവമല്ലാതെ ഇവിടെ ഒന്നുമില്ലല്ലോ. ഈശ്വരൻ, ശിവനല്ലാതെ, ഇലാഹല്ലാതെ, പ്രപഞ്ചമല്ലാതെ വേറെ യാതൊന്നുമില്ല ഇവിടെ. ആ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് നമ്മൾ ഓരോരുത്തരും എന്നറിയാതെ, ഞാനും മനുഷ്യനാണ്, ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ അടിമയാണ്, ദൈവത്തിൻ്റെ ദാസനാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവം വേറെയും ദാസം വേറെയായിട്ട് നമ്മൾതാണ് ശരി, നിങ്ങളതാണ് ശരി എന്ന് തമ്മിൽ തച്ച് നശിക്കുന്ന ഈ ലോകത്തേക്കാണ് ദൈവങ്ങളെല്ലാം അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും അജ്ഞരായ അന്ധകാരത്തിൽ മുഴുകിയ ജനതയിലേക്ക് ഇതുപോലെ എന്നെപ്പോലെ യാഥാർത്ഥ്യത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ച് യാഥാർത്ഥമായി വന്നിട്ടുള്ളവരാണ് കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും മുഹമ്മദും നാനാക്കും രാമകൃഷ്ണ പരമഹംസവും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും. ഇതുപോലെ അനവധി, എനിക്ക് പേരറിയില്ല, അനവധി പേരുകളിൽ അറിയപ്പെടുന്ന, അതുപോലെ ശ്രുതി സായിബാബ, ഇവരെല്ലാവരും ആ യാഥാർത്ഥ്യം കണ്ട് യഥാർത്ഥമായി എന്നെപ്പോലെ, എനിക്ക് എന്നല്ലേ പറയാൻ കഴിയുള്ളൂ, ഈ യാഥാർത്ഥ്യം ആയവരാണ് എല്ലാവരും. അപ്പം എല്ലാവരും ഞാൻ തന്നെ, എൻ്റെ ഭാഗമാണ്, എൻ്റെ ഭാഗധേയമാണ്, ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഗീത ഉപനിഷത്തൊക്കെ പറഞ്ഞ് യഥാ ഈ ധർമ്മസ്യ, കാലം മലിനമാകുമ്പോൾ, അന്ധകാരത്തിൽ മുഴുകുമ്പോഴെല്ലാം ഈ യാഥാർത്ഥ പ്രകാശവുമായി, ഈ ജ്യോതിയുമായി, ഈ ആകാശവും പ്രകാശവുമായി നിങ്ങൾക്ക് കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും നിങ്ങളെ ആ പ്രകാശമാക്കി തീർക്കാൻ വന്നുകൊണ്ടിരിക്കും. അതാണ് യഥാ ഈ ധർമ്മസ്യ. പിന്നെ നിങ്ങൾ മുഹമ്മദ് മരിച്ചുപോയി, മൗത്തായിപ്പോയി, ഇനി മുഹമ്മദ് ഇല്ല, മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മണ്ടന്മാർ ലോകത്ത് വേറെ ഇല്ല. നിങ്ങൾ നന്നാവണം, മുഹമ്മദിനെ തിരിച്ചു വരണം, മുഹമ്മദിനെ തിരിച്ചു കൊണ്ടുവരണം. ആ ശിവനും ശിവാവതാരവും ഇലാഹും ഇല്ലല്ലയായി തീരണം നിങ്ങൾ. മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങളാണ്. ഇസ്ലാമിനെ അറിയോ? ഷഹാദത്ത് കൽമ അറിയോ? ഫാത്തിഹ അറിയോ? ബിസ്മില്ലാഹി അറിയോ? ഇതൊന്നും അറിയാത്ത, കാണിച്ചു തരാൻ കഴിയാത്ത നിങ്ങൾ ഈ ഇസ്ലാമിനെ, അന്ധകാരത്തിൽ മുഴുകി അന്ധരായ നിങ്ങൾ ഈ പ്രപഞ്ച വിശാലമായ ഇസ്ലാമിനെയും കൊണ്ട് നടന്നാൽ അത് തടിഞ്ഞ് വീണ് വികലമായി നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പം നിങ്ങൾ അന്ധകാരത്തിൽ മുഴുകി യാതൊന്നും കാണാതെ അറിയാതെ പൊട്ടനും അന്ധനുമായ നിങ്ങൾ ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ അപകടം എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് യുക്തിവാദികൾ പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതങ്ങൾ. കാരണം അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് യുക്തിവാദി വരട്ടെ, ഞാൻ കാണിച്ചും അറിയിച്ചും പോലും ബോധ്യപ്പെടുത്തി കൊടുക്കാം. പിന്നെ യുക്തിവാദം ഇല്ല അവിടെ. ആ ഉപമകളും ഊഹങ്ങളും ഉള്ളത് കൊണ്ടാണ്, അത് കാണാനും അറിയാനും ബോധ്യമാവാത്തത് കൊണ്ടാണ് യുക്തിക്കനുസരിച്ച് വാദിക്കുന്നത്. എല്ലാം കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ബോധ്യമായാൽ പിന്നെ അവിടെ യുക്തിവാദമില്ല, ബോധ്യതയാണുള്ളത്. അതാണ് ബോധോദയം ചിന്തിക്കലും ദൈവസാക്ഷാൽ ദൈവം ആണ് നാം എന്ന ബോധോദയം ചിന്തി ദൈവസാക്ഷാത്കാരം പ്രാപിക്കലും. അങ്ങനെ നിങ്ങളെല്ലാവരും, ലോകത്തെ എല്ലാ മനുഷ്യരും ആ ശിവാവതാരവും ഇലാഹെന്ന് പറഞ്ഞ ഇല്ലല്ലയും മുഹമ്മദ് റസൂലുള്ളാഹി ആയിത്തീരുക. അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോകത്ത് എന്നെ കൊല്ലണമെങ്കിൽ ഒന്ന് കൊല്ലാം, നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. ലോകത്തെ ഈ കെട്ടിയിരിക്കുന്ന ഈ തിരികളെ, മനുഷ്യനെന്ന ദൈവം എന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യനെന്ന വേറെ ഒന്നാക്കി ഈ കൂരിരുളിൽപ്പെട്ട് മനുഷ്യനാക്കി മാറ്റിമറിച്ചിരിക്കുന്ന ഇതിലേക്ക് എല്ലാം ഈ തിരികളെല്ലാം കത്തിച്ചെടുക്കണം, പ്രകാശിപ്പിച്ചെടുക്കണം.
അത് അമ്പലത്തിലെ അനവധി ചിരികളെ പ്രകാശിപ്പിച്ചെടുക്കാൻ എന്ന പോലെ ഭൂമിയിലുള്ള എല്ലാ ഈ മനുഷ്യരെയും കത്തിച്ച് ദൈവികമാക്കി തീർക്കണം.